പാസ്സായോ? അയ്യകണ്ഠേന പ്രമേയം പാസ്സായി. പക്ഷേ പാസ്സാക്കാൻ അവിടെ UDF ഇല്ലായിരുന്നു. എല്ലാ UDF MLA-മാരും ഇറങ്ങിപ്പോയി. എന്തിനാ ഇറങ്ങിപ്പോയത്? ആ ഇറങ്ങിപ്പോക്ക് വെറുതെയല്ല. അവിടെ ഇരുന്നാൽ ആ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ചിലതൊക്കെ പറയേണ്ടി വരും. ഒന്ന്, മോദിയെ പറ്റി പറയണം, BJP-യെ പറ്റി പറയണം, മോദി BJP നയങ്ങളെ പറ്റി പറയണം. അത് പറയാൻ പേടിയാണ് കോൺഗ്രസിന്, വലിയ പേടിയാണ് കോൺഗ്രസിന്. എളുപ്പവഴി അതുകൊണ്ട് ഇറങ്ങിപ്പോക്കാണ്. അന്ന് തിരിച്ചു കയറിയതേയില്ല. നിയമസഭയിൽ ഇറങ്ങിപ്പോകാം, ആവശ്യമെങ്കിൽ ഇറങ്ങിപ്പോയാൽ ഉടനെ തിരിച്ചു വരികയും ചെയ്യാം. അങ്ങനെ വന്നിട്ട് ഈ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കാമായിരുന്നു. അവർ ചെയ്തില്ല. അല്ലെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കിയിട്ട് ഇറങ്ങിപ്പോകാമായിരുന്നു. അവർ കൂട്ടാക്കിയില്ല. അവർക്ക് വേണ്ടത് BJP തമ്പ്രാക്കന്മാരെ പ്രകോപിപ്പിക്കുന്ന ഒരു വാക്ക് പോലും തങ്ങളായിട്ട് മിണ്ടിക്കൂടാ എന്നാണ്. അതുകൊണ്ട് കോൺഗ്രസ് BJP-ക്ക് വേണ്ടി ഇറങ്ങിപ്പോയി. അത് LDF-ന് ശരിക്കും മനസ്സിലാകും. അത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും. ആ ഭയമാണ് കോൺഗ്രസിനെ കൊണ്ട് പൊക്കിച്ചത്. ഇനിയോ അന്ന് ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ആ ചർച്ചയിൽ ഒരു കാര്യം പറയാമായിരുന്നു. അത് ഇന്ത്യക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച നയങ്ങളെ പറ്റിയാണ്. എല്ലാ തരത്തിലും ഇന്ത്യയെ ആക്രമിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന, കയ്യും കാലും തെരഞ്ഞു കെട്ടുന്ന ഒരു ഉടമ്പടിയാണ് ഇന്ത്യ അമേരിക്ക ഉടമ്പടി. ആ ഉടമ്പടി ഉണ്ടായത് കഴിഞ്ഞ ആഴ്ചയാണ്. ചർച്ചയിൽ പങ്കെടുത്തെങ്കിൽ അതേപ്പറ്റി പറയേണ്ടി വരും കോൺഗ്രസുകാർ. എന്നാൽ അത് പറയുന്നു, ഇന്ത്യയുടെ കാര്യം വേലാൽ ഇന്ത്യ പറയണ്ട, അത് ഞാൻ പറയാമെന്ന് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ്. അതും അമേരിക്കൻ കോൺഗ്രസിലല്ല, വൈറ്റ് ഹൗസിൽ വെച്ചുമല്ല, ഒരു മോദി ട്രംപ് സംയുക്ത പ്രസ് കോൺഫറൻസുമല്ല, അതൊന്നുമല്ല, ഒരൊറ്റ ട്വീറ്റാണ്. ഫേസ്ബുക്ക് പോലെ, വാട്സപ്പ് പോലെ മോദി ട്രംപിന്റെ സ്വകാര്യ ട്വിറ്ററാണ്. അത് പുതിയ ഒരു എക്സ് എന്നാണ്. ആ എക്സിൽ ട്രംപ് എഴുതി, മേലാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല, മേലാൽ ഇന്ത്യയുടെ കയറ്റുമതി എങ്ങനെയായിരിക്കും, ഇറക്കുമതി എങ്ങനെയായിരിക്കും, ഇന്ത്യ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയെ പറ്റി പറയാൻ ഈ ട്രംപ് ആരാണ്? ഈ ട്രംപ്? ഇന്ത്യയുടെ കാര്യം ഇന്ത്യ പറയും. അത് എന്തുമാകട്ടെ, ആരുമാകട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയും, മോദിക്ക് പറയാം, പക്ഷെ ട്രംപ് പറയാൻ പാടില്ല. പക്ഷെ ട്രംപ് പറഞ്ഞു. അതാണ് പുതിയ അവസ്ഥ. ആ BJP ഈ നാടിന്റെ മാനാഭിമാനങ്ങളെയെല്ലാം ട്രംപിന്റെ കാൽക്കീഴിൽ കൊണ്ടുപോയ പണയം വെച്ച BJP പറയുകയാണ്, അവർ നമ്മളെല്ലാം ദേശസ്നേഹം പഠിപ്പിക്കാമെന്ന്. ആ പള്ളിക്കൂടത്തിൽ പോയി ദേശസ്നേഹം പഠിക്കാൻ ഇന്ത്യക്കാർക്ക് മനസ്സില്ല. ആ BJP-യുടെ മുമ്പിൽ നമ്മൾ പറയുന്നു, അത് നിങ്ങളുടെ വഴിയാണ്, അതല്ല നമ്മുടെ വഴി. അവിടെ ഇരുന്നാൽ കോൺഗ്രസുകാർക്ക് അതേപ്പറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് എളുപ്പവഴി ഇറങ്ങിപ്പോക്കാണ്. BJP-യെ കോൺഗ്രസിന്റെ പേടി, മോദിക്ക് ട്രംപിനെ പേടി. അതൊരു പേടിയുടെ ട്രയാങ്കിളാണ്, ത്രികോണ പേടി.